ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. സങ്കീർത്തനം 15 5-ാമത്തെ വാക്യം, കർത്താവെ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് വാസമർപ്പിക്കും? കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. വേറെ എന്തെല്ലാം കാര്യമുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ദൈവവചനം എടുത്തു പറയുകയാണ്, എന്താണ്? കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ, രണ്ടും ഒപ്പത്തിനൊപ്പമാണ്. ഈസിക്കൽ ടു ദാറ്റ്. കൈക്കൂലി വാങ്ങുകയോ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ പേടിക്കണം. അങ്ങനെയുള്ള രീതിയാണെങ്കിൽ കൈക്കൂലിയും പലിശ ഇത് രണ്ടും ഒപ്പം തന്നെയാണ്, സമം തന്നെയാണ്, ഒരേപോലെ തന്നെയാണ്. ഇന്ന് ഒരു ഷോർട്ട് വീഡിയോ കണ്ടത് ഓർക്കുകയാണ്. ഇതാ ഗവൺമെൻറ് സർവീസിൽ ജോലി എടുക്കുന്നവർ കെട്ടിടത്തിൻ്റെ മുകളിൽ പണിയാൻ അനുവാദം കൊടുക്കുന്നതിന് വേണ്ടി ഒരു കടയുടെ മുമ്പിൽ സ്കൂട്ടറിൽ വന്നു നിന്നിട്ട് 10,000 രൂപ കൈക്കൂലി ചോദിച്ചത് വാങ്ങുമ്പോൾ വിജിലൻസ് വന്ന് കൈയോടെ പിടികൂടിയിട്ട് പിടിക്കപ്പെട്ടപ്പോൾ ആ സ്ത്രീ ബോധരഹിതയായി വീണിട്ട് വെള്ളം തളിച്ചിട്ട് പോലും തിരിച്ചിട്ടും മറിച്ചിട്ടും അനങ്ങുന്നില്ല, ചത്തതുപോലെ കിടക്കുന്ന ഒരു രംഗം. നേടിയതെല്ലാം പോയില്ലേ, ചീത്തപ്പേരുമായി. ഇതിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ട് ഒരു ജോലി സമ്പാദിച്ചത്. ഗവൺമെൻറ് നല്ല ശമ്പളം, നല്ല ആനുകൂല്യങ്ങൾ, ഭരിച്ച പകരത്തിന് ആൾക്ക് ജോലി, അതുപോലെ ജീവിതകാലം മുഴുവൻ നല്ല രൂപ ശമ്പളം, റിട്ടയർഡായി കഴിയുമ്പോൾ അതിനേക്കാൾ വലിയ തുക എല്ലാം കിട്ടട്ടും ആർത്തി മൂത്ത അയ്യയ്യോ. ഇത് തന്നെയാണ് പലിശക്കാരുടെ കാര്യത്തിലും കണ്ടിട്ടുള്ളത്. ഷൈജം ബ്രദർ വിധിക്കുകയോ കുറ്റം ആരോപിക്കുകയോ അല്ല. കാരണം ഒരൊറ്റ പലിശക്കാരൻ്റെ കുടുംബം ഗതി പിടിച്ചതായിട്ട് കണ്ടിട്ടില്ല. നേരിട്ടും അല്ലാതെ അറിയാം. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ആളുകളുടെ പാത്രവും പിച്ചളപ്പാത്രവും ചെമ്പ് പാത്രവും റേഷൻ കാർഡൊക്കെ മേടിച്ചിട്ട് പലിശക്ക് കൊടുക്കുന്ന ഒരു സ്ത്രീ. വിശദവിവരങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ പബ്ലിക് ആയതുകൊണ്ട് എല്ലാവരും അറിയും. അങ്ങനെ പലരും ഉണ്ടല്ലോ. അപ്പോൾ ആ സ്ത്രീ ഒരിക്കൽ ഫാമിലി യൂണിറ്റും കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ലീഡറുണ്ട്, ഞങ്ങൾ 1-2 പേരുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് മരണ ഫണ്ടുണ്ട്, ഇന്ന സ്ഥലത്ത് മരണ ഫണ്ടുണ്ട്. വേഗം തന്നെ ലീഡർ പറഞ്ഞു, ഒന്നും കൂടെ പറയണേ, നിൽക്കട്ടെ. അപ്പോൾ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ചിലപ്പോൾ വല്ല മരിക്കണേന് മുമ്പ് പറയണ വാക്കായിരിക്കും, അറമ്പറ്റി പോലത്തെ അവസ്ഥ, ഒന്ന് എഴുതി വെച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പലിശക്കാരി എന്നാണ് നാട് മുഴുവൻ ഇവർ അറിയപ്പെടുന്നത്. സ്വന്തം സേഫ്റ്റിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, മരണ ഫണ്ട് ഉൾപ്പെടെ എല്ലാ കാര്യവും ഇവർ പ്രായമെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ വേഗം ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് എന്ന് എഴുതി വെച്ചു. പക്ഷേ ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അവസാനം ഉണ്ടാക്കാവുന്നതെല്ലാം മാക്സിമം ഉണ്ടാക്കി കൊടുത്തു. മക്കളെല്ലാം വിദേശത്തും അവിടെ ഇവിടെയൊക്കെ പോയി. അമ്മേനെ മാത്രം, പലിശക്കാരീനെ മാത്രം ആർക്കും വേണ്ട. എവിടെയോ ഒരു അനാഥന മന്ദിരത്തിൽ കിടന്ന് മരിച്ച് അടക്കം കഴിഞ്ഞെന്ന് പത്രത്തിൽ വന്നപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത്. കുറേ നാളായിട്ട് ഇവിടെ കാണാനില്ലായിരുന്നു. അപ്പോൾ എവിടെയോ ഇവരെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് മക്കൾ കൊണ്ടുപോയി ആക്കി. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവരുമ്പോൾ പിച്ചള പാത്രം ആകാം, അലുമിനിയം പാത്രം ആകാം, അത് ഏറ്റവും ദരിദ്ര അങ്ങനെയുള്ള ഈ കോളനിയിലൊക്കെ താമസിച്ചിരുന്ന വളരെ ബുദ്ധിമുട്ടുന്നവർ വരുമ്പോൾ അപ്പോൾ പറയും അതൊരു സഹായമല്ലെന്ന്. കൊള്ള പലിശയ്ക്ക് അല്ലെങ്കിൽ ഈ പാത്രം ഇവരുടേതാകും. അവർ കൊണ്ടുവരുന്ന സാധനം എല്ലാത്തിനും ഏറ്റവും ചെറിയ വിലയെ പറയുള്ളൂ. സ്വർണ്ണമായാലും എല്ലാം എടുക്കുമായിരുന്നു. സ്വർണ്ണക്കടയും പണയ സ്ഥാപനം ഒന്നുമല്ല, എല്ലാം എടുക്കുമായിരുന്നു. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഗതി ഉണ്ടായിട്ടുള്ളതാ ഒരു കഥ ഇതുവരെയും കേട്ടിട്ടില്ല. ഒത്തിരി കഴിഞ്ഞ 35 വർഷമായിട്ട് അപ്പച്ചനോടൊപ്പം അപ്പച്ചൻ മരിച്ചത് ഇപ്പോൾ 20 വർഷമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരെണ്ണം പോലും ധ്യാന കേന്ദ്രങ്ങളിലും മറ്റ് പൊതുപരിപാടികളിലൊക്കെ പലയിടത്തും പല പരിപാടിയും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ചിലരൊക്കെ വന്ന് രഹസ്യമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കണം, ഒരിക്കലും ഇതുപോലെ കഥകളാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് പലിശ ശാപം കൊണ്ടുവരുന്നൊരു കാര്യമാണ്. നമ്മുടെ മുസ്ലിം സഹോദരങ്ങളെക്കുറിച്ചൊക്കെ ചിലർ ബാങ്ക് ഇൻട്രസ്റ്റ് പോലും മേടിക്കാത്തവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണിയെടുത്ത് ഉണ്ടാക്കാൻ ദൈവം നമുക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാ വല്ലവൻ്റെയും ചോര ഈ കൊതുകിനെ പോലെ ഊറ്റി കുടിക്കുന്നത്? അപ്പോൾ അത് ഒരു വിധത്തിൽ പലിശക്ക് എടുക്കുന്നത് ശാപമാണ്, കൊടുക്കുന്നത് ശാപമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഭാര്യ പറഞ്ഞതാണ്, എന്തോ ഭയങ്കര തെറിയും ബഹളവും കേൾക്കുന്നു. അപ്പോൾ
മതിലിൻ്റെ ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് അപ്പുറത്ത് റോഡ് വഴി ചെന്നപ്പോൾ ഇവളെ കണ്ടപ്പോൾ പെട്ടെന്ന് നിർത്തി. കാരണം അപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ആൾ പലിശക്ക് എടുത്തിട്ട് കൊടുക്കാത്തത് കൊണ്ട് പലിശക്ക് കൊടുക്കുന്ന ഒരു തമിഴനാണ് അയാൾ. അവർ പലിശക്ക് കൊടുത്ത് നടന്ന് മലയാളമൊക്കെ പഠിച്ചു. അയാളെ തേച്ചാലും കുളിച്ചാലും പോകാത്ത അത്ര പുഴുത്ത തെറിയും ശാപമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വെല്ലുവിളിച്ച് പറയുന്നുണ്ട്, ഇത് തരാനറിയാമെങ്കിൽ ഞാൻ നിന്നെ മേടിച്ചിരിക്കും, അല്ലെങ്കിൽ കൊന്നിടുമെന്നോ തീർത്ത് കളയുമെന്നും പറഞ്ഞിട്ട് ഭീഷണി. അങ്ങനെയും കൂടി കേട്ടപ്പോഴാണ് എൻ്റെ ഭാര്യ ചെന്നത്. പക്ഷേ ആളെ കണ്ടപ്പോൾ ഇവൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി, ഒന്നും അറിയാത്ത രീതിയിൽ അങ്ങോട്ട് നടന്നുപോയി. അപ്പോൾ മറ്റവന് ലഭ്യനായി കടന്നുപോയി. എന്തിനാ ഇങ്ങനെയുള്ള കുരുക്കുകൾ വരുത്തി വെക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പേ അവമാനിക്കപ്പെടുന്ന അവസ്ഥ. അപ്പോൾ കാശ് കിട്ടുമ്പോൾ എങ്ങനെയായാലും കുഴപ്പമില്ല എന്ന് പറയും. 8 ആയാലും 10 ആയാലും 12 ആയാലും ഇങ്ങനെയൊക്കെ കൊടുക്കുന്നവർ ഗവൺമെൻറ് ഇതെല്ലാം നിരോധിച്ചിരിക്കണേ, ഓപ്പറേഷൻ കുബേര എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംവിധാനമൊക്കെ വന്നു. എന്നിട്ടും കുറച്ച് നാളൊരു ആശ്വാസം ഉണ്ടായി. പിന്നെയും അതിനേക്കാൾ കൂണുപോലെ പലയിടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തഴച്ച് വളർന്നിരിക്കുകയാണ്. ചിലരൊക്കെ ജോലിയെടുത്ത് വരുമാനമില്ലാഞ്ഞിട്ടല്ല, മുടിയുന്ന കാര്യം ആവശ്യത്തിൽ കൂടുതൽ പൈസ ഇവർ വന്ന് പിന്നെയും ചോദിച്ചും കൊടുത്തും പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ പ്രലോഭനങ്ങളിൽ വീഴുമ്പോൾ ഈ കടം മേടിച്ച കാശ് കൊണ്ട് ഈ സാധനം മേടിക്കേണ്ട കാര്യമുണ്ടോ, ഈ കാര്യം ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ കാശ് പണിയെടുത്ത് ഉണ്ടായിട്ട് കുറച്ച് കാത്തിരിക്കണമെന്നുള്ളൂ. അതിനു പകരം എന്തായാലും കൊള്ളാം, വിചാരിച്ച കാര്യം അപ്പം തന്നെ നടക്കണം, എത്ര പലിശാലും വേണ്ടൂല്ലെന്നും പറഞ്ഞ് അവർ പലിശക്കാശ് എടുത്തിട്ടാണ്. ഇപ്പം 100 രൂപയാണെങ്കിൽ അതിൽ 10-12 എടുത്തിട്ടാണ് ബാക്കി 90 രൂപയും 80 രൂപയൊക്കെ ആളുടെ കയ്യിലോട്ട് കൊടുക്കുന്നത്. അങ്ങനെ എത്ര ഇരട്ടിയാണോ അതനുസരിച്ച് പലിശ ആദ്യം എടുക്കും. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നവരാരും ഗതി പിടിച്ചതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. അതെടുത്തിട്ട് അത് ചെയ്യാം, ഓട്ടോറിക്ഷ എടുക്കാം, ബാക്കി ലോൺ എടുക്കാം എന്നൊക്കെ പറയും. പക്ഷേ കൂനുമേ കുരു പോലെ എങ്ങും ദിവസവും ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുകയല്ലല്ലോ, ദിവസവും വരുമാനം ഉണ്ടാകത്തില്ലല്ലോ. വാടകയ്ക്ക് വണ്ടി ഓടിക്കുന്നവർ പോലും അതിനേക്കാൾ അന്തസ്സായിട്ട് ജീവിക്കുന്നു. പെട്ടെന്ന് മുതലാളിയാകാനുള്ള മോഹത്തിൽ ഇതുപോലെ കച്ചവടത്തിന് വേണ്ടി ആയാലും പച്ചക്കറി കച്ചവടമൊക്കെ എല്ലായ്പ്പോഴും മീൻ കച്ചവടം ആയാലും ഒരുപോലെ ഉണ്ടാകണമെന്നില്ല. കാരണം ചില ദിവസം ഇരുന്ന് പോകും. അപ്പോൾ പലിശക്കൊക്കെ എടുക്കുന്നവർ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ജോലിക്ക് നിന്ന് സെക്യൂരിറ്റി പണിയെടുത്ത് ജോലി എടുക്കുന്ന എത്രയോ പേരുണ്ട്. ഇപ്പോൾ നമ്മൾ ചോറുംപൊതി ഭക്ഷണ വിതരണ, വിശപ്പിൻ്റെ വിളി ശുശ്രൂഷ, ഭക്ഷണപ്പൊതി എടുക്കാനായിട്ട് വരുന്ന ഒരു മനുഷ്യൻ്റെ കഥ അറിഞ്ഞപ്പോൾ അപ്പനും മോനും ഇങ്ങനെ കൂലി വേലക്കാരാണ്. അപ്പോൾ ഒരു അപകടം ഉണ്ടായതിനെ തുടർന്ന് ഇവർക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ സെക്യൂരിറ്റി പണിക്ക് ആക്കി തരാമെന്ന് പറഞ്ഞാൽ അവിടെ വിൻസെൻ്റ് പോളിൻ്റെ ഒരു ബ്രദർ സെക്യൂരിറ്റി ഏജൻസി ഉണ്ട്. എല്ലാം കഴിഞ്ഞ് യൂണിഫോമും എല്ലാം കിട്ടും, 10,000-13,000 രൂപ കിട്ടും. വേണമെങ്കിൽ അവിടെ താമസിക്കാനുള്ള സ്ഥലവും കൂടെ ആക്കി വിടും. ചില സ്ഥലത്ത് നിന്ന് ടിപ്പും കൂടെ കിട്ടും. എങ്ങനെ വന്നാലും ഒരു 10-15 രൂപ ആ നിലക്കാണെങ്കിൽ കിട്ടും. പക്ഷേ രണ്ടുപേരും, ഒരാൾ ഒരു ദിവസം പോയി, ഒരാൾ 2-3 ദിവസം പോയി, പിന്നെ വല്ലവരും കൊന്നിട്ടിട്ടും പോകും. എനിക്കൊന്നും വയ്യ, പേടിയാട്ട് വയ്യെന്നും പറഞ്ഞ് നല്ല മുഴുത്താണ് ആണുങ്ങൾ രണ്ടുപേരും. അതായത് ബുദ്ധിമുട്ടി ജീവിക്കാനായിട്ട് വെറുതെ അവിടെ നിന്നാൽ മതി, ഒരു മേൽനോട്ടം മാത്രം, ഉറക്കൊഴിഞ്ഞൊന്നും ഇരിക്കണ്ട, ആളുണ്ടായാൽ മതി അവിടെ. പക്ഷേ എന്നിട്ട് പോലും ബുദ്ധിമുട്ടാൻ തയ്യാറാകുന്നില്ല. കടം മേടിച്ചും പലിശക്ക് മേടിച്ചും കൈനീട്ടിയും പഞ്ഞം മാറ്റാൻ ശ്രമിക്കുന്നവരെ പലരെയും കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു പ്രാക്കും ശാപവും നിറഞ്ഞ മേഖലയാണ് ഈ പലിശക്ക് എടുക്കുക എന്നുള്ളത്. പുറപ്പാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 25-ാം വാക്യം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. അവിടെ പറയുന്നത്, നിന്നോടൊത്ത് ഒന്നിച്ച് വസിക്കുന്ന എൻ്റെ ജനത്തിൽ ദരിദ്രരായ ആർക്കെങ്കിലും നീ വായ്പ കൊടുത്താൽ കൊടുക്കണ്ട എന്നല്ല, കൊടുത്തോ, പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്. അത് കൊടുക്കുന്നവന് ബോധമില്ലെങ്കിൽ മേടിക്കുന്നവനെങ്കിലും ഓർക്കുക, ഇതെന്നെ കുഴിയിലാക്കും, എൻ്റെ ചോര മുഴുവൻ ഊറ്റിയെടുക്കും, എൻ്റെ മക്കൾ ഇവർ കൈക്കലാക്കും. പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്, അവരിൽ നിന്ന് പലിശ ഈടാക്കരുത്. ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ജ്ഞാനസ്നാന വെള്ളം തലയിൽ വീണവരാണെങ്കിൽ അവരോട് ദൈവവചനം പറയുന്നത് ഇതാണ്. ചിലർ പറയും, ഞങ്ങൾ പുണ്യാളന്മാരൊന്നുമല്ല, അൽഫോൻസാമയും ചാരാക്കുരിയൊക്കെ വെച്ചല്ല, ഞങ്ങൾ മനുഷ്യരാണെന്ന് പറയും. അവസാനം എല്ലാം പോയി കഴിയുമ്പോൾ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ. ബ്രദർ അന്ന് പറഞ്ഞ് ശരി. അങ്ങനത്തെ പല കേസുകളും വരുന്നുണ്ട്. മകള് ജോലിയെടുത്ത ലക്ഷക്കണക്കിന് രൂപ കൊണ്ടുപോയി പലിശക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് പൈസയും പോയി, ആളെ അറിയാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ ഓർക്കുകയാണ്, ഒരു പള്ളിയിൽ കിടക്കുന്ന പുണ്യാളൻ്റെ രൂപവും മേടിച്ചു കൊടുത്തു,
ലക്ഷക്കണക്കിന് രൂപ വെച്ച് ഗാനമേളയും നടത്തി പെരുന്നാൾ അടിച്ചു പൊളിച്ചു കൊടുത്തിട്ട് പലിശക്കാരൻ ചെയ്തത്, പലിശ ഇടപാടുകാരനാണ്. ആ ഇടവകയിലെ ആളുകളുടെ ശ്രദ്ധയും ആകർഷണം എല്ലാം പിടിച്ചു പറ്റി ഒരുപാട് ആളുകളുടെ പുണ്യാളൻ്റെ രൂപം കൂടെ കൊടുത്തപ്പോൾ എല്ലാവരും വീണുപോയി. ഒരുപാട് ആൾക്കാർ രഹസ്യമായിട്ടും പരസ്യമായിട്ടും അയാളുടെ അടുത്തോട്ട് പിന്നെ ഡിപ്പോസിറ്റുകളുടെ കുത്തൊഴുക്കായിരുന്നു. കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഒരു മണം കിട്ടിയാൽ മതി. ഇപ്പം ദുർഗന്ധമുള്ളിടത്ത് ഈച്ചയും പുഴുവും എലിയൊക്കെ വരുന്നത് പോലെ കീടങ്ങൾ വരുന്നത് പോലെ അയാൾ മണത്ത് പിടിച്ച് പലരെയും കണ്ടുപിടിച്ച് അവരുടെ ബാങ്കിൽ നിന്നൊക്കെ ഡിപ്പോസിറ്റൊക്കെ പിൻവലിച്ചു. ഇനി കള്ളും വെള്ളവും വേണ്ടവർക്കാണെങ്കിൽ കള്ളും വെള്ളമായിട്ട് ചെല്ലും. അങ്ങനെ പല ദിവസം ചെന്ന് വില കൂടിയ മദ്യക്കുപ്പിയായിട്ടൊക്കെ ചെന്നപ്പോൾ പലരും വീട്ടുകാർ പറയുന്നത് കേൾക്കാതെ രഹസ്യമായിട്ടൊക്കെ ഡിപ്പോസിറ്റുകൾ പിൻവലിച്ചു. 1-2 മാസമൊക്കെ 2-3 മാസമൊക്കെ പാത്തിന് പലിശ കൊടുത്തു. പക്ഷേ പിന്നെ അറിയുന്നത് മുങ്ങിയെന്ന. അപ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കേസായിട്ട് പോയിക്കോ, പോലീസിൽ നിന്ന് കോടതിയിൽ നിന്ന് അയാൾക്ക് സംരക്ഷണവും നേടി. ഏത് കൊള്ളക്കാരനായാലും ആരെയും തൊടാൻ ആർക്കും അധികാരമില്ല. പൈസ വേണ്ടവർ കേസിന് പോയിക്കോ, അത് എന്ന് തീരാനാണ്. ഇനി കൊടുത്തതിനൊന്നും തെളിവില്ല. അവർ ബാങ്കിൽ നിന്ന് എടുത്തതിനും ഒക്കെ തെളിവുണ്ട്, പക്ഷേ ഇയാൾക്ക് കൊടുത്തതിന് തെളിവില്ല. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ. കുറി വിളിച്ചിട്ട് ആ കാശ് തന്നെ അംഗീകാരമില്ലാത്ത കുറി കമ്പനിയാണ്. അവർ കാല് നക്കി കൈ നക്കി മേടിച്ചെടുത്തിട്ട് 10-20 ലക്ഷം രൂപ. ഒരു മനുഷ്യൻ പറഞ്ഞത് മെട്രോ റെയിൽ വന്നപ്പോഴേക്ക് ബേക്കറിയാണ്, കട മൂടിപ്പോയതുകൊണ്ട് കച്ചവടവുമില്ല. ഈ കഷ്ടപ്പെട്ട് കുറി വിളിച്ച് ഡിപ്പോസിറ്റ് ചെയ്തിട്ട പിന്നെ പണം അതിൻ്റെ പലിശ പോലും ഇപ്പം കിട്ടുന്നില്ല. മുതൽ ചോദിച്ചിട്ട് അവർ തരുന്നില്ല. കാരണം അംഗീകാരം ഇല്ലാത്ത കമ്പനിയാണ്. കേസിന് പോയാൽ അവരും കുടുങ്ങും ഇവരും കുടുങ്ങും. ഇങ്ങനെയൊക്കെ എന്തിനാ ഈ എടുത്തു ചാട്ടം? അതുകൊണ്ട് തിന്മയ്ക്ക് ഒരു വശീകരണ ശക്തിയുണ്ട്, ആകർഷണ ശക്തിയുണ്ട്. ബൈബിളിൽ കാണാം, ഇതാ ദൈവം വിലക്കിയ കാര്യം ആദോ ഹവ്വയും അതിൽ വീഴാനുള്ള കാരണം തിന്മയ്ക്കൊരു മാദകത്വം, ഒരു ആകർഷണത്വം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നുണകൾ പറഞ്ഞ് ദൈവത്തിനെതിരെ കബളിപ്പിച്ച് വിശ്വസിപ്പിച്ചാണ് ദൈവത്തെ പോലെ ആകും, അതാണ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞതെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ്. ഇതുപോലെ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ താൽക്കാലിക അവസ്ഥകളെയും മുതലെടുക്കുന്ന ഏതാണോ അവർക്ക് പറ്റിയത് ആ രീതിയിൽ നമ്മളെ കെണികളിൽ വീഴ്ത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ വീണ്ടും ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 35 മുതൽ 37 വരെ. നേരത്തെ കേട്ടത് പുറപ്പാട് 22-25. ലേവ്യർ 25-35 മുതൽ 37 വരെ. നിന്റെ സഹോദരൻ ദരിദ്രനാവുകയും തന്നെ സംരക്ഷിക്കാൻ അവന് വകയില്ലാതാവുകയും ചെയ്യുന്നെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം. സഹോദരൻ എന്ന് പറയുമ്പോൾ ആരും ആകാം. നിൻ്റെ അയൽവത്ത് താമസിക്കുന്ന ആളാകാം, നിൻ്റെ കൂടെ പഠിച്ചവനാകാം, അല്ലെങ്കിൽ നിൻ്റെ രക്തബന്ധമാകാം, പിന്നെ ബ്ലഡ് റിലേഷൻഷിപ്പ് ഏതും ആകാം. അപ്പോൾ അവന് തന്നെ സംരക്ഷിക്കാൻ വകയില്ലാതാവുകയും ചെയ്യുന്നെങ്കിൽ നീ അവനെ സംരക്ഷിക്കണം. അവൻ അന്യനെ പോലെയോ പരദേശിയെ പോലെയോ നിന്നോടുകൂടെ വസിക്കട്ടെ. അവനിൽ നിന്ന് പലിശയോ ആദായമോ വാങ്ങരുത്. പലിശയും വേണ്ട, ആദായം വേണ്ട. ഒരു ജീവിതമാർഗത്തിന് വേണ്ടിയാണെങ്കിൽ നിന്നാൽ ദേഹത്ത് കൊള്ളാത്ത വക ഉണ്ടെങ്കിൽ അത് നോക്ക്. അല്ലാതെ നീന്തൽ അറിയാത്തവൻ സ്വയം നീന്തൽ പാത്തിന് പഠിച്ചിട്ടില്ല, കഷ്ടിപുഷ്ടി രക്ഷപ്പെടാൻ പറ്റും. വേറെ ആളെ രക്ഷിക്കാൻ വേണ്ടി ചാടിയപ്പോൾ അവനെയും കൂടെ നാട്ടുകാർ അവസാനം രക്ഷിക്കേണ്ടി വന്നു. കാരണം ഫിക്സ് വന്ന് വെള്ളത്തിൽ വീണ ആള് വട്ടം കയറി പിടിച്ചിട്ട് ഇവനും അവനും നീന്താൻ പറ്റാതെയായിട്ട് നാട്ടുകാർ വന്ന് കഷ്ടി ജീവനോടെ തിരിച്ചെടുത്ത സംഭവം ഓർക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നിലനിൽപ്പില്ലാത്തവർ കൂടപ്പിറപ്പായാലും എനിക്കറിയാം അതുപോലത്തെ ചില സംഭവങ്ങൾ. ചേട്ടനല്ലേ എന്നോർത്ത് ഭാര്യയുടെ വാക്കോ ഒന്നും കേൾക്കാതെ നിങ്ങളൊന്നാണെന്നാണ് പറയുന്നത്. ഭാര്യ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യണ്ട, നല്ലതാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിൽ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ പരസ്പരം ആലോചന കൊണ്ട് ചെയ്യും. അതുവരെ ഭാര്യയും ബദറിയൊക്കെ വീട്ടുകാർക്കും ആൾക്കാർക്കൊക്കെ കൊടുക്കുമായിരിക്കും. പക്ഷേ ദമ്പതികൾ പരസ്പര ആലോചനയോടും വിവേകത്തോടും കൂടെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവസാനം കുടുംബം മൊത്തത്തിൽ കുഴിയിലേക്ക് പോകുന്ന അവസ്ഥയാവും. കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് ഒന്നാമത്തത് ദൈവത്തിന്, രണ്ടാമത്തത് ജീവിത പങ്കാളി, ഭാര്യ ആട്ടെ ഭർത്താട്ടെ. ഇപ്പോഴും അപ്പ അമ്മയെ അമ്മച്ചി അപ്പച്ചി എന്നും പറഞ്ഞിരുന്നാൽ പോയി കഥ. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്നാ, എൻ്റെ അപ്പനൊക്കെ ഞാനുണ്ടാക്കി ഞാൻ കളയും. ആരാ ചോദിക്കാൻ, നീ ആരാ, പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മേനെ അപ്പം ഞങ്ങളൊക്കെ ചവിട്ടി താഴ്ത്തിയ ഒരു കാലം. അന്നാണ് കുടുംബം നശിച്ച് വെണ്ണീറായി. അപ്പൻ്റെ ചില കൂട്ടുകെട്ടുകൾ, ചില സാമ്പത്തിക ഇടപാടുകൾ, ചില ബിസിനസ്
ബിസിനസ് പ്ലാനുകളൊക്കെ പറയുമ്പോൾ ചെറിയ പിള്ളേരായിരുന്നെങ്കിലും ഞങ്ങൾ പോലും പറയുകയും എതിര് നിൽക്കുകയും ചെയ്യും. പക്ഷെ അന്നൊന്നും അത് കേൾക്കൂല. അവസാനം കരഞ്ഞുകൊണ്ട് വരും. ഭ്രാന്തനെ പോലെ എല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന അവസ്ഥകളും മറ്റവർ പറ്റിച്ചെടുക്കുകയും ചെയ്യുന്നു. അവർ നമ്മുടെ വല്യപ്പൻ്റെ മോനൊന്നും അല്ലല്ലോ. ആണെങ്കിൽ പോലും സ്വന്തം കൂടപ്പിറപ്പങ്ങൾ പോലും പറ്റിച്ചും വഞ്ചിച്ചും മാതാപിതാക്കളെ പറ്റിച്ചും മക്കൾ പോലും വാഗ്ദാനങ്ങൾ കൊടുത്ത് പ്രലോഭിപ്പിച്ചെടുക്കുന്ന ഒരു കാലം. അപ്പം അങ്ങനെ വരും. അവസാനം വചനത്തിലേക്കും പ്രാർത്ഥനയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുടുംബം ഒറ്റക്കെട്ടായിട്ട് ആലോചിച്ച് ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, വേണമെന്ന് പറഞ്ഞാൽ വേണ്ട, ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് നിധി കിട്ടിയെന്നും പറഞ്ഞ് പള്ളിയിൽ വരെയും വിളിപ്പിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതം അടിമുടി മാറി. എന്ന് അന്തഛിദ്രവും കലഹവും എതിരഭിപ്രായവും ഭിന്നത ഉണ്ടായിരുന്ന അന്ന് നല്ല വഴിയാണെങ്കിൽ പോലും തകർന്ന് തരിപ്പണമായ അവസ്ഥകളാണ് ഉണ്ടായിട്ടുള്ളത്. പങ്കാളിയുടെയും മക്കളുടെ അനുഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് അനിവാര്യമാണ്. അതുപോലെ നമ്മളുണ്ടാക്കുന്ന സമ്പത്തിൻ്റെ മേൽ മറ്റുള്ളവരുടെ മനസ്സ് നൊന്തുള്ള അവർ പുറമേ ഒന്നും കാണിക്കുന്നില്ല എങ്കിലും ബൈബിളിൽ പറഞ്ഞ വചനത്തിനെതിരായിട്ടുള്ള പലിശ എന്ന് പറഞ്ഞാൽ അവരുടെ ദൈവമേ എന്തോരം പൈസയെ പലിശ കൊടുക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ കഷ്ടിച്ച് ജീവിക്കുന്നു എന്ന് ദൈവമേ എന്നും പറഞ്ഞ് അവരൊന്ന് മേലോട്ട് നോക്കിയാൽ ആബേലിൻ്റെ രക്തം കായേലിനെതിരായി സാക്ഷ്യപ്പെടുത്തിയതുപോലെ ആ നിലവിളി പോലെ അത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് അഭിഷേകത്തിന് തടസ്സമായിട്ട് നിൽക്കും. ഇത്രയെങ്കിലും കേട്ടിട്ട് ഇത് മനസ്സിലാവുന്നവരുണ്ടെന്ന് ഞാൻ വിചാരിക്കുക. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്ന ഇതാണ്, ഇതൊരു ആർത്തിയാണ്, ആസക്തിയാണ്. മദ്യാസക്തിനെയും വ്യഭിചാരാസക്തിനേക്കാൾ വലിയ ആസക്തിയാണ് ഈ ധനമോഹം. അതുകൊണ്ട് ഇനി അങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഇവിടം വെച്ച് ഈ ഗുണമില്ലാത്ത പരിപാടി അവസാനിപ്പിക്കുക. അത് നിങ്ങൾക്കും അത് നിങ്ങൾ കൊടുത്തവർക്കും അനുഗ്രഹ കാരണമായിട്ട് തീരും. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ഓർക്കുക. വീണ്ടും 1 കൊരിന്തോസ് 6-ാമത്തെ അധ്യായത്തിൽ 9-ഉം 10-ഉം അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇതിലും വലിയ കാര്യം വേറെ വല്ലതും ഉണ്ടോ? നാക്ക് നീട്ടി കുർബാനയെ സ്വീകരിക്കും, മാസാമാസം പോയി കുമ്പസാരിക്കുകയും ചെയ്യും. പക്ഷെ ആരെങ്കിലും ഈ കൊള്ളപ്പലിശ മേടിക്കുന്ന കാര്യമോ അനീതി നിറഞ്ഞ വരുമാനം കൈക്കൂലി വഴി നേടുന്ന കാര്യമോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉള്ള ലോണും കുറിയും അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ജീവിക്കാൻ 10 പൈസ ശമ്പളത്തിൽ മെച്ചമില്ലാതെ വരുമ്പോൾ കൈക്കൂലി ആയിട്ടും കോഴയായിട്ടും കൊള്ളപ്പലിശയായിട്ടും 3 ബാങ്കിൽ നിന്ന് എന്തോരം വേണമെങ്കിലും കടം കിട്ടും. കടം എടുത്തിട്ട് അതിൻ്റെക്കാൾ ഇരട്ടിയും പലിശ കൊടുക്കുന്ന പ്രാപ്തിയുള്ള ആളുകൾ. പക്ഷേ ഇതെങ്ങും എത്താനായിട്ട് പോകുന്നില്ല. അപ്പോൾ അനീതി പ്രവർത്തിക്കാൻ ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്. അപ്പോൾ ഇത് മേടിക്കുന്നവരോടും കൊടുക്കുന്നവരോടുള്ളതാണ്. കാരണം എന്നിൽ വിശ്വസിക്കുന്നവന് ഇടർച്ച കൊടുക്കരുതെന്ന് വിശുദ്ധഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ പാപത്തിലേക്ക് തള്ളിയിടുന്നത് പോലെ തന്നെ കഴുത്തിൽ തിരികല്ലേട്ടി കടലിൽ ചാടുന്ന അവൻ്റെ ശവം പോലും കാണരുതെന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ജീവിക്ക്, ഇത്തിരി ത്യാഗവും ഇല്ലായ്മയൊക്കെ സഹിക്കും. ഞാൻ വഴിയരികെ കിടക്കുന്നവർക്ക് എറണാകുളം പട്ടണത്തിൽ ഭക്ഷണ വിതരണം ചെയ്യുന്ന ഒരു ശുശ്രൂഷ, വിശപ്പിൻ്റെ വിളി, നിങ്ങൾക്ക് ഇതിനകം അറിയാമായിരിക്കും, പലർക്കും ഉണ്ട്. അപ്പോൾ അവരും ജീവിക്കണില്ല, അവരാരും തൂങ്ങിച്ചാവുന്നില്ല. അവർക്കാർക്കും കോവിഡ് വന്നതായിട്ടേ ഒരു പത്രവാർത്ത പോലും, ഒരു ന്യൂസ് പോലും ആരും മരിച്ചതായിട്ടും കേട്ടിട്ടില്ല. ആരെങ്കിലും കൊണ്ടുകൊടുക്കുന്ന ഭക്ഷണം, ആരെങ്കിലും കൊടുക്കുന്ന ദാനമൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ അവരുടെ മുഖത്തൊക്കെ എന്ത് സന്തോഷമാണെന്ന്. കാരണം ഇനി ഇല്ലാത്തതൊന്നും ആലോചിച്ചും ചിന്തിച്ചും തലമുണ്ടാക്കാൻ അവർക്കില്ല. അവർക്ക് കറണ്ട് കാശ് അടക്കണ്ട, വെള്ളത്തിൻ്റെ ഇതടക്കണ്ട, ടാക്സ് കൊടുക്കണ്ട, പിന്നെ കെട്ടുപാടുകളൊന്നുമില്ല എന്നും പറഞ്ഞാൽ അത് നല്ലതാണെന്നല്ല, പോയി കിടക്കുന്നല്ല പറയുന്നത്. അങ്ങനെയുള്ളവരും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. എൻ്റെ അമ്മ പറയാറുള്ള ഒരു കാര്യം ഇതായിരുന്നു, അമ്മച്ചി മരിച്ചുപോയി, അപ്പച്ചനും മരിച്ചുപോയി, എൻ്റെ പെങ്ങളും മരിച്ചുപോയി, നമ്മളെല്ലാം കടന്നു പോകും. അപ്പോൾ ജീവിക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കും. അപ്പോൾ അമ്മ പറയുന്നൊരു കാര്യം ഇതാണ്, വരവ് കിട്ടിയതനുസരിച്ച് വരവിനനുസരിച്ച് ചിലവാക്കാത്തവനെ കണ്ട വഴി മാറിപ്പോയിക്കോണം, അല്ലെങ്കിൽ അവൻ നിന്നെയും വിറ്റ് കാശാക്കാം. അമ്മച്ചി പറഞ്ഞത് 100-ന് 100 1000 മടങ്ങ് കറക്റ്റാണ്. കാരണം ഇങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ച് തട്ടിച്ച് കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ള, അല്ലെങ്കിൽ ബ്രദർ ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുത്താൽ മതി, അല്ലെങ്കിൽ പലിശക്ക് കൊടുക്കുന്നവരെ അറിയോ. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഇതുപോലെ പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു പോയ ഒരു സ്ത്രീ വിളിച്ചേക്കണേ, ഇന്നലെ പറഞ്ഞില്ലേ പലിശയുടെ പരിപാടി ഘട്ടം
ഘട്ടമായിട്ട് നിർത്തിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ നമ്പർ ഒന്ന് തരുക ബ്രദർ എന്ന് ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് പലിശക്ക് എടുക്കാനായി. എന്തിനാ ഈ വളച്ചൊടിച്ച് കേൾക്കണേ? എന്തിനാ? നേരെ ചൊവ്വേ കേൾക്ക്, എന്നിട്ടും രക്ഷപ്പെടാൻ ആഗ്രഹമില്ലേ? പണം മാത്രമല്ലല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിഷയം. അപ്പോൾ അവർക്ക് 10-15,000 രൂപ ശമ്പളമുള്ള ജോലിയുണ്ട്, വേറെ വരുമാനം ഒരു കടയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വിട്ടത് ഇന്ന പോലെ ചെയ്യും. പക്ഷെ പലതിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് ഒന്നും പൂർത്തീകരിക്കുന്നില്ല. ഉള്ളത് ഈ കൂടുതൽ കടമെടുത്ത് വെച്ചിരിക്കുന്ന അവസ്ഥ. വളരെ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ച് തീർക്കും. വീണ്ടും പലിശക്ക് എടുത്തെടുത്തല്ല കടങ്ങൾ തീർക്കുന്നത്. അപ്പോൾ 1 കൊരിന്ത്യർ 6:9-10 അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വഞ്ചിതരാകരുത്, വഞ്ചിക്കപ്പെടരുത്. 10-25 വർഷം ഗൾഫിൽ ജോലിയെടുത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കാലമായി നാട്ടിൽ വന്നപ്പോഴേക്കും അവസാനം ഇങ്ങനെ ഭർത്താവ് അറിയാതെ ഭാര്യ ഭർത്താവിന് ജോലി ഉള്ളപ്പോഴും ശമ്പളം കിട്ടുമ്പോഴും കിട്ടാത്തപ്പോഴും പലിശക്കെടുത്ത് കിട്ടണ പലിശക്ക് മേടിക്കും. ഭർത്താവ് ഗൾഫിലല്ലേ, എത്ര പലിശയായാലും കുഴപ്പമില്ല, അടിച്ചു പൊളി എല്ലാ പരിപാടിക്കും എല്ലാ വിരുന്നുകൾക്കും ആഘോഷങ്ങൾക്കും കൊടുക്കാം. ഭർത്താവ് പറയുന്നതിനേക്കാൾ കൂടുതൽ വാരി കൊടുക്കും. അവസാനം കരിഞ്ഞ് ഉണങ്ങി നശിച്ച് വെണ്ണീറായി ജപ്തി അവസ്ഥയിലായപ്പോൾ എല്ലാ ബന്ധുക്കളും കൂട്ടത്തോടെ ചവിട്ടി. ആത്മഹത്യ ചെയ്യാൻ പേടിയായതുകൊണ്ട് ആത്മഹത്യ ചെയ്തില്ല, പക്ഷേ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. വീണ്ടും ഒന്നേന്ന് ആരംഭിക്കുന്ന അവസ്ഥ. പക്ഷേ എല്ലാ ബന്ധുക്കളോടും വെറുപ്പും, ആരും ഒരു നല്ല കാര്യങ്ങളിലും പങ്കെടുപ്പിക്കുന്നില്ല. എല്ലാം ഉണ്ടായപ്പോൾ വരാനും കയറാനും ഇറങ്ങാനും വിരുന്ന് നടത്താനും വിരുന്ന് വരാനും എല്ലാവരും ഉണ്ടായപ്പോൾ കൊടുത്തതാ. എന്നിട്ട് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണക്ക് ഒറ്റെണ്ണത്തിനും നന്ദിയില്ല. കയ്യിലുള്ളപ്പോൾ പിടിപ്പുണ്ടായില്ല, സൂക്ഷം ഉണ്ടായില്ല. ഉണ്ടാക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, സൂക്ഷിക്കാനും പഠിക്കണം. വരവ് മാത്രം പോരാ, ചെലവഴിക്കുന്നത് നിയന്ത്രിച്ച് ചെലവാക്കിയില്ലെങ്കിൽ കൊത്തൊഴുക്കിൽ കോടികൾ പോയ ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പലരുടെയും അവസ്ഥ ഇതാണ്. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. കണ്ണിൽ എണ്ണ ഒഴിച്ച പോലെ എന്ന് പറഞ്ഞാൽ ലുബ്ധന്മാരായിട്ട് ജീവിക്കണമെന്നല്ല. ലുബ്ധൻ്റെ വസ്തുക്കൾ പുഴുവരിക്കും എന്ന് പറഞ്ഞതുപോലെ അപ്പുറം ഈ ആവശ്യത്തിൽ കൂടുതൽ ദശാംശം കൊടുക്കൂല, നേർച്ച നിറവേറ്റൂല, ഒരു 10 പൈസ ദാനധർമ്മവും ചെയ്യില്ല, മരിച്ചവർക്ക് വേണ്ടി ഒരു അനത പോലും ഒരു കുർബാന പോലും ചൊല്ലിക്കൂല. അതിന് പകരം ഇതിനെല്ലാം അച്ഛനെയും സഭനെയും ഇങ്ങനത്തെ കാര്യങ്ങളെയും വിശപ്പിൻ്റെ വിളി വായിൽ വന്ന മൊത്തം പറയും. അങ്ങനെ ചെയ്യുന്ന അവരെല്ലാം അരച്ചു കുടിച്ച പോലെ വെറുപ്പോടെ സംസാരിക്കും. അവസാനം ആരെങ്കിലും കൊടുക്കുന്ന പൊതിച്ചോറ ദാനോ സഹായം മേടിക്കുന്ന അവസ്ഥകളിൽ എത്തിച്ചേർന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇത്രയും സൂക്ഷിച്ച് ജീവിച്ചിട്ട് എൻ്റെ കാശ് എങ്ങനെ പോയി? ഈ കഴിഞ്ഞ ദിവസം കൂടെ കണ്ടതാണ്. ഇത്രയും എനിക്ക് ഇന്ന് വരെയും പറ്റിയിട്ടില്ല. ഏത് നേരത്താണ് പറ്റിയത്? പക്ഷേ ചിലർ കൊടുക്കും, പക്ഷേ അതിൻ്റെ 100 ഇരട്ടി നാണം കെടുത്തുന്നത് പോലെ, അല്ലെങ്കിൽ ലുബ്ധുവാക്കുകളും പ്രാഗിയും ഇഷ്ടമില്ലാതെ അച്ഛനൊക്കെ ചോദ്യം ചെയ്തു. ആരും പോക്കറ്റിൽ നിന്ന് അച്ഛനായാലും പള്ളിയായാലും ഉള്ളതാ കാണുമ്പോൾ അതൊക്കെ സഭയിലും പള്ളിയിലും ശുശ്രൂഷകൾക്കും റെസിഡൻ്റ് അസോസിയേഷനും ആദ്യം ആൾക്കാർ വരും, പലരും വരും. നമുക്ക് പറ്റിയത് കൊടുക്കണം. പേരും പൊങ്ങച്ചവും കാണിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. പറ്റിയില്ലെന്ന് പറയണം. അല്ലാതെ തർക്കിക്കുകയും ആരുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. ആരെ വിഷമിപ്പിച്ചോ അവസാനം അവരുടെ മുമ്പിൽ തന്നെ നിരങ്ങേണ്ടി വരുന്ന അവസ്ഥകൾ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ അസാൻമാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വവർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യന്മാരും മധുവന്മാരും പരദൂഷകന്മാരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. പലരെയും പറ്റിക്കുന്നത് പുറത്തുള്ളവരല്ല, സ്വന്തം കുടുംബത്തിൻ്റെ അകത്ത ആൾക്കാർ തന്നെ. അതുകൊണ്ട് തന്നെ ആത്മഹത്യപരമായ അവസ്ഥകളിൽ കഴിയുന്നവരെ കണ്ടിട്ടുണ്ട്. പുറത്ത് പറയാൻ നിവൃത്തിയില്ല. ഇങ്ങനെ പറയും, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. എല്ലാറ്റിനെയും കുറ്റം പറഞ്ഞ് ഇങ്ങനെ പിടിച്ച് കൂട്ടി ഉറുമ്പരിച്ച് വെക്കുന്നത് പോലെ അരിച്ചരിച്ച് വെച്ചു അവസാനം ഊതിപ്പറത്തിയ അവസ്ഥകൾ. അതുകൊണ്ട് സാമ്പത്തിക പുരോഗതിയുടെ ഒരു സുവിശേഷം, സാമ്പത്തിക മേഖല ദാനധർമ്മങ്ങൾ ചെയ്യണം. ലൂക്ക 6:38 പറയുന്നുണ്ട്, അമർത്തി കുലുക്കി കവിഞ്ഞ് കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്നാ പറഞ്ഞത്. കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അമർത്തി കുലുക്കി കവിഞ്ഞ് വീഴും വണ്ണം മടിയിൽ ഇട്ട് തരും. കീശയിലോ കയ്യിലോ അല്ല, മടിയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊള്ളും. പണ്ടുള്ളവരുടെ കണ്ടിട്ടില്ല ഇങ്ങനെ മടിശീല നിവർത്തുന്നത്. അപ്പം മടിയിൽ ഇട്ട് തരും. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവൻ്റെ കയ്യിൽ ചെന്ന് ചേരും. അത് കണിശമാണ്, നിശ്ചയമാണ്. എന്താണ്? പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവൻ്റെ കയ്യിൽ ചെന്ന്
ചേരും. അതുകൊണ്ട് അതിന് അങ്ങനെ ആ അവസ്ഥയിലേക്ക് അതമ്പതിച്ചു പോകാതെ ഇതാ ജീവിച്ചിരിക്കുമ്പോൾ ഓരോരുത്തർക്കുള്ള യേശു പറഞ്ഞ വാക്കുകൾ സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അതുകൊണ്ട് ആരുടെയും പിടിച്ചു പറിക്കേണ്ട. ചിലർ നമുക്ക് ആരുടെയും വേണ്ട, നമ്മുടെ ആർക്കൊട്ട് കൊടുക്കത്തില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം അതല്ല. ഇതാ സൂര്യനിൽ നിന്ന് നമുക്ക് ചൂടും പ്രകാശവും വെളിച്ചം എല്ലാം കിട്ടുന്നുണ്ട്. മഴ പെയ്യുന്നതും അനുഭവിക്കുന്നതും നമ്മളാണ്. അതുപോലെ ഒരു വാഴ കൊലച്ച ആ വാഴയുടെ കൊലയും വെട്ടിയെടുക്കും, പിണ്ടിയും എടുക്കും, കണ്ണും പറിച്ചു നടും, എല്ലാം തിന്നുന്നത് അനുഭവിക്കുന്നത് നമ്മളാണ്. ഈ പ്രകൃതിയിൽ ഓരോന്നും അത് ആട് പ്രസവിച്ചാൽ, പശു പ്രസവിച്ചാൽ അതിൻ്റെ പാല് മുഴുവൻ അതിൻ്റെ കുഞ്ഞിനുള്ളത് അത് മുഴുവൻ കുടിക്കുന്നത് നമ്മളാണ്. അവസാനം അതിനെ ഇറച്ചിക്ക് വിറ്റ് ആ പൈസയും നമ്മൾ എടുക്കും. അപ്പോൾ പക്ഷേ ഇന്ന് ലാഭക്കണ്ണ മുട്ടനാടാണെങ്കിൽ അല്ലെങ്കിൽ കാളക്കിടാവാണെങ്കിൽ വിഷമമായി. എന്നാൽ പശുക്കിടാവാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം പാലും കിട്ടും, വീണ്ടും പാല് കിട്ടും, വരുമാനങ്ങളും കൂടും. ഇതുപോലെ എല്ലാത്തിലും ലാഭക്കണ്ണ് വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതാ പശുക്കിടാവിനെ കിട്ടിയാൽ, ആടിന് പെണ്ണാടിൻ കുഞ്ഞിനെ കിട്ടിയാൽ ഭയങ്കര സന്തോഷം. പക്ഷേ അതിന് പശുവിന് കാളക്കിടാവിനെയും ആടിന് മുട്ടാടിനെയും കിട്ടിയാൽ ഭയങ്കര വിഷമം. കാരണം വീണ്ടും കുഞ്ഞും പാലും ഒന്നും അതുപോലെ കിട്ടത്തില്ല. എന്നാൽ വീട്ടിൽ ആരെ വേണം? മക്കളുണ്ടാകുമ്പോൾ എല്ലാവർക്കും ആൺകുഞ്ഞിനെ വേണം. പെണ്ണിനെ കിട്ടിയാൽ ചിലവാകും. അപൂർവ ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്, കൊച്ചാണാണോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമോ. എന്നാൽ പെണ്ണ് വരുമ്പോൾ നെറ്റി ചുളിയുന്ന അവസ്ഥ. പക്ഷേ ഇന്ന് പല കുടുംബങ്ങളും നിലനിൽക്കുന്നതും സംരക്ഷിക്കുന്നതും സ്ത്രീകളും പെൺമക്കളുമാണ്. ജീവിക്കാൻ പഠിച്ചതും കഷ്ടപ്പെടുന്നതും. പുരുഷന്മാരെ അടച്ച് ആക്ഷേപിക്കുകയല്ല. പക്ഷേ ഞാൻ പല കുടുംബങ്ങളും എനിക്കറിയാം, 2 പെണ്ണും 1 ആണും. പക്ഷേ ആ പെങ്കൊച്ചാണ് കുടുംബത്തെ ട്യൂഷൻ എടുത്തും കഷ്ടപ്പെട്ടും മിച്ചം വെച്ചും സ്ഥലം മേടിച്ചും മറിച്ചു വിറ്റും അങ്ങനെ കുടുംബം ഗതി പിടിപ്പിച്ചെടുത്ത്. ഇങ്ങനെയുള്ള പല സംഭവങ്ങളും അറിയാം. പെൺമക്കൾ കുത്തിയിരുന്ന് പഠിക്കും, കഷ്ടപ്പെടും. ആ മക്കളാണെങ്കിൽ കുടുംബത്തിലുള്ളതും കൂടെ മേടിച്ചും കടം മേടിച്ചും ചെലവഴിക്കുന്ന അവസ്ഥകൾ. എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ അങ്ങനെയുമുണ്ട്. പക്ഷേ എന്നാലും എല്ലാവരും ആണുണ്ടാകാൻ പ്രാർത്ഥിച്ച് ദൈവം മനസ്സറിഞ്ഞ് കൊടുത്തിട്ട് ഇപ്പം ആണിനൊന്നും കെട്ടാൻ പെണ്ണില്ലാതെ 48, 50, 38, 35 ഒക്കെ ആയിട്ട് 30 ഒക്കെ ആയിട്ട് എന്നിട്ടും പറഞ്ഞ് നിൽക്കണേണ് സമയമായിട്ടില്ല, ഇപ്പം വേണ്ട, തീരുമാനം എടുത്തിട്ടില്ല. അല്ലെങ്കിൽ അവന് ജോലി കിട്ടിയിട്ട് മതിയെന്ന് സപ്പോർട്ട് ചെയ്യുന്ന മാതാപിതാക്കന്മാരും. അവസാനം ഇറങ്ങിക്കഴിയുമ്പോൾ ഒന്നുകിൽ മാതാപിതാക്കന്മാരുടെ കാലം കഴിഞ്ഞു, അല്ലെ അവർ മരിച്ചുപോയി, ഇപ്പം കല്യാണവും നടക്കുന്നില്ല. ചോദിക്കുമ്പോൾ 38, 42, 55. എല്ലാവരും ആണുണ്ടാകാൻ പ്രാർത്ഥിച്ച് ദൈവം മനസ്സറിഞ്ഞ് ആണുങ്ങളെ കൊടുത്തു. അതുകൊണ്ട് ആണുങ്ങളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പെൺപിള്ളേരെ അല്ലെങ്കിൽ കല്യാണത്തിന് പറ്റിയത് കിട്ടാത്ത പ്രായാധിക്യത്തിൽ എത്തിയിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് മനുഷ്യൻ്റെ ലാഭക്കൊതി എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം അതിനെ മറച്ചു വെക്കുന്ന തരത്തിൽ ദൈവത്തിൻ്റെ കണ്ണുകളെല്ലാം കാണുന്നുണ്ട്. ഇത് നമ്മൾ മറന്നു പോരുത്. പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയുള്ളവൻ്റെ കയ്യിൽ ചെന്ന് ചേരും. ഇപ്പോൾ നവംബർ മാസം അവസാന ദിവസമാണ് ഞാൻ ഈ വചനം ഇടുന്നത്. ആൽമക്കാരുടെ മാസമാണ്. ആൽമക്കാർക്ക് വേണ്ടി ഒരു അനത പോലും ചൊല്ലിക്കാത്ത 10 രൂപ കുർബാനക്ക് പോലും കൊടുത്താൽ വയലൻ്റ് ആവുന്ന ഒരു കുടുംബത്തിൽ അവരുടെ മകൻ്റെ കല്യാണ സമയം ആയപ്പോൾ അവിഹിത ഗർഭവും പറഞ്ഞ് ഇല്ലാത്ത കാര്യം പ്രശ്നമായി, നാണക്കേടായി, പോലീസ് സ്റ്റേഷനായി. അപ്പോൾ പള്ളിയിൽ പോകാനും മരിച്ചവർക്ക് വേണ്ടി കുർബാന ചൊല്ലിക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനത്തിന് വരാനൊക്കെ തുടങ്ങിയ കുടുംബത്തെ ഓർക്കുകയാണ്. അതുവരെ ഇല്ലാത്ത ദാനധർമ്മം. അതുകൊണ്ട് ഒരു ഗതികേടും പ്രശ്നവും ഉണ്ടാകുന്നതിന് മുമ്പ് എന്നിട്ട് കല്യാണമൊക്കെ നന്നായിട്ട് നടന്നു. ഉള്ള കല്യാണം മുടങ്ങി പോകാൻ വേണ്ടി പണ്ട് അവരുടെ കൂട്ടത്തിൽ ജോലിക്ക് നിന്ന ഒരു സ്ത്രീയാണ് ഇങ്ങനെ അവകാശവും പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി ആളെയും കൂട്ടി വന്നത്. പക്ഷെ അതെല്ലാം പൊള്ളത്തരമാണെന്ന് പിന്നെ പൊളിഞ്ഞു. പക്ഷേ കർക്കശക്കാരനായ ഒരു 10 രൂപ പോലും അനത ചൊല്ലിക്കാൻ പോലും ഇന്ന് വരെ മരിച്ചവർക്ക് പോലും കറുത്ത കൈക്ക് ഉപ്പ് കേൾക്കാത്ത അവരുടെ അപ്പനെ ആകെ പിടിച്ചൊലച്ച് അങ്ങനെ കുടുംബത്തിൽ മാനസാന്തരവും ദാനധർമ്മവും ധ്യാനവും വചനവും എന്നൊക്കെ കേട്ടോ പെട്ടെന്ന് തൊണ്ടനുണ്ട് പോലെ. അവസാനം ഇതെല്ലാം കൂടി മനസ്സൊക്കെ ഒന്ന് തണുത്ത് ഉറക്കമില്ലായ്മയും പ്രശ്നങ്ങളെല്ലാം മാറി എന്ത് വേണമെങ്കിലും ചെയ്യാം, ഉറക്കം കിട്ടിയാൽ മതി. അങ്ങനത്തെ ഒത്തിരി പരിഹാര പ്രവൃത്തികളൊക്കെ ചെയ്ത് മകൻ്റെ കല്യാണമൊക്കെ നടന്ന സംഭവം ഓർക്കുകയാണ്. അതുകൊണ്ട് അറ്റം വരെ എത്തിയിട്ട് തിരിച്ചു വരാൻ വേണ്ടി നോക്കാതെ ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെടുക. ഏത് അർത്ഥത്തിൽ പറഞ്ഞാലും എങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞാലും 3 രൂപയായാലും 5 രൂപയായാലും 8 രൂപയായാലും 12 രൂപ. അപ്പം നിങ്ങളിത്
പറഞ്ഞത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് ബാങ്ക് ഇൻട്രസ്റ്റ് മേടിക്കുന്നുണ്ടല്ലോ. അത് ഇവിടുത്തെ നിയമാനുസൃതമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ബാങ്ക് ആകണ്ട. ബാങ്കിങ് റെഗുലേഷൻസ് ഒരു ബാങ്ക് സ്ഥാപനം നടത്തണമെങ്കിൽ അതിൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ നിയമപരമായ സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് സ്വയം ബാങ്ക് ആകാൻ വേണ്ടി നോക്കല്ലേ. സർക്കാർ അതാണ് ദൈവവചനത്തിൽ പറയുന്നത്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇപ്പോൾ കറണ്ട് കാശ് അടക്കണമെന്നുള്ളത് ഈ നാടിൻ്റെ ഒരു നിയമമാണ്, ഗവൺമെൻറ് റൂളാണ്. അതുകൊണ്ട് കറണ്ട് കാശ് അടക്കണം. അതുമേ കിടന്ന് ഉരുളാൻ നിന്നിട്ട് കാര്യമുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് ഫിലിം കയറ്റി വെച്ചവനും തട്ടിപ്പ് നടത്തിയതും വെട്ടിക്കാൻ നോക്കിയവനും അവൻ്റെ കറണ്ട് വിച്ഛേദിക്കപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും പഴയടക്കപ്പെടുകയും സംവിധാനങ്ങൾ കേട്ടില്ല. അതുപോലെ തന്നെയാണ് അനധികൃതമായ പലിശയും കൊള്ളപ്പലിശയും പണസമ്പാദന മാർഗങ്ങളും എത്തിക്കുന്നത് കുരുക്കിലായിരിക്കും. ഇത് പ്രത്യേകം ഓർക്കുക. വീണ്ടും സഖറിയ പ്രവചനം 5-ാം അധ്യായം 3-4 വാക്യം. അവൻ പറഞ്ഞു, ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ്. മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിച്ഛേദിക്കപ്പെടും. ഇതൊരു തരം മോഷണമാണ്. പലിശ, കൈക്കൂലി എന്നൊക്കെ പലിശ അത് അനുഭവിക്കാൻ ഭയങ്കര പാടാണ്. തലമുറകളുടെ ജീവിതം അത് നശിപ്പിച്ച് കളയും. ഈ തലമുറയിൽ മാറ്റം വന്നില്ലെങ്കിൽ അത് അടുത്ത തലമുറയിലോട്ട് പുണ്യം പോലെ തന്നെയാണ്. പുണ്യം നേടിവെച്ചത് മക്കളിലേക്കും തലമുറയിലേക്കും വിശുദ്ധിയും പുണ്യവും അത് കടന്നു വരും. ഇതുപോലെ തന്നെയാണ് അനധികൃതമായ വരുമാന മാർഗങ്ങൾ തലമുറകളിലേക്ക് കടന്നു വന്ന് അവിടെ മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ വിച്ഛേദിക്കപ്പെടും. സഖറിയ 5:3-4. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അയക്കും. കണ്ട, കിടന്നുരുണ്ടിട്ട് കാര്യമില്ല, തിരിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലോ തലമുറയിലോ വട്ടിപ്പലിശയോ കൊള്ളപ്പലിശയോ അല്ലെങ്കിൽ അനധികൃത വരുമാനം ഉണ്ടെങ്കിൽ അത് ഒക്കെ പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കണം. കല്യാണം നടക്കാതെ നല്ല പ്രായമായ മകനുമായിട്ട് ആ മകനുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്ന അമ്മ, എന്താ ബ്രദറെ ഇനി എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം? അങ്ങനെയാണ് യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷ അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി നേരിട്ട് വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നതാരാന്ന് ചോദിച്ചോ പറഞ്ഞ് അതെൻ്റെ അപ്പനാന്ന് ഈ ചേച്ചി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു തയ്യൽ മെഷീൻ കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ബ്രദറെ ഓർക്കണില്ല. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ആലോചിച്ചിട്ട് പറഞ്ഞ് എൻ്റെ അപ്പന് ഇങ്ങനെ പലിശ കൊടുക്കണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്വന്തം പെങ്ങൾക്ക് ഇതുപോലെ പൈസ കൊടുത്തിട്ട് പറഞ്ഞ പോലെ പൈസ കിട്ടാതെ വന്നപ്പോൾ അവക്കടെ വീട്ടിൽ കയറി തോളിൽ തയ്യൽ മെഷീനും എടുത്ത് വെച്ചിട്ട് ഇറങ്ങിപ്പോന്നു. അവരൊരുപാട് കരയും കാലുപിടിക്കുകയും ചെയ്ത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവർ നല്ല സ്ഥിതിയായിരുന്നു. അല്ല, അപ്പോൾ ഇയാളൊക്കെ നല്ല സ്ഥിതിയിലായിരുന്നു. കാരണം ഈ വട്ടിപ്പലിശയും കൊള്ളപ്പലിശയും. അപ്പോൾ ഇതിനു വേണ്ടി ഇന്ന പോലെയൊക്കെ പ്രാർത്ഥിക്കുക, ഇന്ന പോലെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം മണവാളിനും മണവാട്ടിയും കൂടി കാണാൻ വന്നിട്ടുണ്ടായി. പ്രായമായ കാലം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ പല കാര്യങ്ങളും പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള ഉണ്ടാക്കിയ വരുമാനങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഈ പെമ്മക്കൾ ഇതിൽ പെമ്മക്കളാണെങ്കിൽ പോലും അവർക്കും അതിൻ്റെ പങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹാരം ചെയ്തും പശ്ചാത്തപിച്ചും നേർച്ചകൾ, ദാനധർമ്മം, പ്രായശ്ചിത്ത പ്രവൃത്തികൾ എന്ന് ജീവിതകാലം മുഴുവൻ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിക്കുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യണം. ചിലർക്കെല്ലാം ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു പുണ്യാളം വന്നേക്കണം, ഇതൊക്കെ ആർക്ക് പറ്റുമെന്ന് പറയും. പറ്റിയാൽ നമുക്ക് കൊള്ളാം, പ്രൈസ്തലോ, പെട്ടെന്ന് തുണ്ടൻ. അപ്പോൾ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെ വീട്ടിലേക്ക് അയക്കും. വേറെ എങ്ങുമല്ല വന്നെ. ചിലർ വീട്ടിലോട്ട് വന്നാൽ സമാധാനമില്ല, വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, ഇതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീട്, സമ്പത്ത് ഇത് രക്തക്കറ പുരണ്ടതാണോ, മറ്റുള്ളവരുടെ സമ്പത്ത് ചോർത്തിയെടുത്തതാണോ, കൊള്ളപ്പലിശ വഴി നേടിയതാണോ, കൈക്കൂലി വഴിയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ടോ, പണിയെടുത്തതുണ്ടെങ്കിലും കൈക്കൂലി വഴി നേടിയത് ഇതിലുണ്ടോ, മറ്റുള്ളവരുടെ ചോര വിയർപ്പാക്കിയത് ഊറ്റിയെടുത്തിട്ടുണ്ടോ, പറഞ്ഞ പ്രകാരം സമ്മതിച്ചിട്ടാ കൊടുത്തതും കിട്ടിയതെന്ന് പറയുമ്പോഴും ഓർക്കുക. കണ്ണിന് കാഴ്ച, കൊച്ചുങ്ങൾക്ക് പ്രശ്നമൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ വന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലായ കാര്യം ഇതാണ്. ഇയാൾ പലിശക്ക് പണം കൊടുത്തിട്ട് സമയത്ത് കിട്ടാത്തത് കൊണ്ട് മേടിച്ചിരുന്ന ചെക്ക് പ്രസൻറ്റ് ചെയ്തിട്ട് വക്കീലിനെ ഏൽപ്പിച്ചു. ഇനി എൻ്റെ കൈ വിട്ടുപോയെന്ന് പറഞ്ഞു. വക്കീൽ കുറേ ലക്ഷം രൂപ മേടിച്ചതിനേക്കാൾ പല മടങ്ങ് തുക എഴുതി വെച്ചാണ് പ്രസൻറ്റ് ചെയ്തത്. അവസാനം കേസ് ആ പാവപ്പെട്ടവർക്കെതിരായി വിധിയായി. കഞ്ഞി കുടിക്കാൻ പോലും ഗതിയില്ലാതെ കിടന്നവർ ജയിലിൽ
പോകാതിരിക്കാൻ അവസാനം പലിശ എങ്ങനെയൊക്കെയോ അടച്ചു. പക്ഷേ ഇന്ന് ആ കുടുംബം പാപ്പരായി അതിൻ്റെ 100 ഇരട്ടി ഇന്ന് ഈ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇസ്രായേലിലൊക്കെ പോയി ഉണ്ടാക്കിയ കാശാണ്. പക്ഷേ നാട്ടിൽ വന്ന് നിന്ന സമയത്ത് പലിശക്ക് കൊടുത്ത് തിന്നാൻ തുടങ്ങിയപ്പോൾ ഈ പാവപ്പെട്ടവർക്കാണ് കണ്ണിന് ഓപ്പറേഷന് വേണ്ടി കൊടുത്ത കാശാണ്. അതിങ്ങനെ പെരുകി കള്ളക്കണക്ക് എഴുതി കള്ളച്ചക്ക് എഴുതി കോടതിയിൽ നിന്ന് വിധിയൊക്കെ വന്നു. കാരണം തെളിവുകളുടെ പുറകെയാണല്ലോ നിയമം പോകുന്നത്, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ ഇത് വന്നത് കൊണ്ടല്ലേ ഇവർ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെ മറ്റുള്ളവർ അവർ വേദനിച്ച അതേപോലത്തെ കാര്യം അതിനേക്കാൾ 100 ഇരട്ടി പ്രശ്നവും ഇവരുടെ കുടുംബത്ത് വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഓട്ടം പിടിച്ച് വന്നത് ഓർക്കണം. ഇങ്ങനെ എത്ര സംഭവങ്ങളാണെന്നാ. രാവും പകലും ഒന്നോണം ഇതുപോലെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നവർ ചിലർ ഭയങ്കര വിഷമത്തോടെ മടങ്ങിപ്പോവാറുണ്ട്. ധനികനായ യുവാവ് യേശുവിൻ്റെ അടുത്ത് വന്നതുപോലെ നിനക്കുള്ളതെല്ലാം വിറ്റ് എല്ലാ കൽപ്പനയും പാലിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞ ഇതാണ്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. കാരണം ആ മനുഷ്യന് ധാരാളം സമ്പത്തുണ്ടായിരുന്നെന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പോൾ അയാൾ വളരെ വിഷമത്തോടെയാണ് യേശുവിൻ്റെ അടുത്ത് നിന്ന് പോയത്. അപ്പോൾ എങ്ങനെ പറയും, കഷ്ടത്തിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തിരുന്ന് എടുക്കുകയും വേണം. രണ്ടും കൂടി നടക്കത്തില്ല. ഇന്ന് ചികിത്സിച്ചിട്ട് രോഗം മാറുന്നില്ല, അല്ലെങ്കിൽ മംഗളകാര്യങ്ങൾ കുടുംബത്തിൽ നടക്കുന്നില്ല, പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ല, ഒരു ഉയർച്ചയുമില്ല, ഏറ്റവും സ്നേഹത്തിൽ ജീവിക്കേണ്ടവർ തമ്മിലുള്ള അകൽച്ച, പിടികിട്ടാത്ത രോഗങ്ങൾ, ഇനി പോകാത്ത വഴികളില്ല, മരുന്നും മന്ത്രവും മദ്യവും മയക്കുമരുന്നുമായിട്ട് പേര് പറയാൻ കൊള്ളാത്ത കാര്യങ്ങൾ കുടുംബത്തിൽ നടമാടുന്ന അവസ്ഥ. അതുകൊണ്ട് മറ്റുള്ളവരുടെ അധ്വാന ഫലം, രക്തക്കറകൾ, അവരുടെ കണ്ണുനീര് നമുക്കെതിരായി ആബേലിൻ്റെ രക്തം പോലെ ബൈബിളിൽ പറയുന്നത് പോലെ കായേനെതിരെ ആബേലിൻ്റെ രക്തം ദൈവസന്നിധിയിൽ നിലവിളിച്ചതുപോലെ നമുക്കെതിരെ നീതി കിട്ടാതെ ഇനി സ്വത്ത് പങ്കുവെച്ച കാര്യത്തിലും എല്ലാം ഇങ്ങനെ തന്നെയാണ്. പലിശക്കാര്യം പോലെ തന്നെയാണ്. പണ്ട് കൊടുത്തതാണ് പക്ഷെ ഒപ്പിട്ട് മേടിച്ചില്ല, അതും പറഞ്ഞ് വീണ്ടും കുത്തിപ്പിഴിഞ്ഞ് മേടിക്കുന്നവരും മക്കൾക്കാണ് അപ്പം പറഞ്ഞതെന്ന് പറഞ്ഞ് കരുണ കാണിക്കാതെ പിടിച്ചു പറിച്ച് മേടിക്കുന്നവരും എല്ലാ മക്കൾക്കും ഒരേ അവകാശം. ഒരു ദയയില്ലാത്ത സമ്പത്തും വഴികളും കുടുംബത്ത് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ കിടന്ന് തിരിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് അയക്കാം. അത് അവൻ്റെ വീട്ടിൽ കിടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നത് വരെ അവിടെ വസിക്കും. ഇന്ന കാര്യമൊന്നുമില്ല, എല്ലാം നശിപ്പിച്ച് കളയുന്ന അവസ്ഥകൾ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? അതുകൊണ്ട് പലിശ പരിപാടി ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. ഇതൊരു ശാശ്വതമല്ല, അതിന് പരിഹാരം ചെയ്ത് ജീവിക്കാൻ ഇന്നോട്ട് തുടങ്ങുക. വീണ്ടും യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം, കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും. നിരപരാധർക്ക് നീതി, അത് പലിശയൊക്കെ ഇതിൽ വന്ന കാര്യം. പലിശ, കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ, ടാക്സ് വെട്ടിപ്പ്, കരണ്ടിൻ്റെ കാര്യത്തിൽ കൃത്രിമകൾ കാണിക്കുക, വെള്ളം വെട്ടിച്ചെടുക്കുക, സർക്കാരിന് കൊടുക്കേണ്ട നികുതികളിൽ ക്രമക്കേട് കാണിക്കുക. അതെല്ലാം ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കണം. അതുകൊണ്ട് ഇതെല്ലാം ഇതിൽ വന്ന കാര്യമാണ്. അതുപോലെ പറമ്പ് മേടിക്കുമ്പോൾ അതിൽ നികുതി വെട്ടിപ്പ് കാണിക്കുക, ടാക്സ് വെട്ടിപ്പ് കാണിക്കുക, മുദ്രപത്രം വില കുറച്ച് കാണിക്കുക. ഇതെല്ലാം ഇതിൽ വരുന്ന ഒരു മേഖലയാണ്. നമുക്ക് അർഹതപ്പെടാത്ത കൊണ്ടുവന്നാൽ ഇത് നമുക്ക് അനുഭവിക്കാനാണ്. കുറേ നാൾ ചിലപ്പോൾ അവിടെ കടന്നു ഇരിക്കും. പക്ഷേ അത് ഈ തലമുറയിലോ അടുത്ത തലമുറയിലോ അതുമേ തൊടാൻ വേണ്ടി വരുമ്പോൾ ഒരു ദുർഭൂതം, ഒരു ദുരാത്മാവ് അല്ലെങ്കിൽ ഒരു പൈശാചിക പീഡ കുടിയിരുന്ന് പ്രവർത്തിക്കും. അപ്പോൾ പറയും ആരോ എന്തോ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി എന്നൊക്കെ പറയുന്ന അവസ്ഥകളാണ്. അതുപോലെ കൂടപ്പറപ്പർക്കും കൂടി കൊടുക്കണമെന്ന് അമ്മയുടെ അപ്പൻ്റെ ചാവരുൾ. പക്ഷേ അത് കാറ്റിൽ വൈക്കോൽ തുരുമ്പ് പോലെ അല്ലെങ്കിൽ തീയിൽ വൈക്കോൽ തുരുമ്പ് പോലെ കാറ്റിൽ പറഞ്ഞ് ഒന്ന് പോടി എന്നും പറഞ്ഞ് ആട്ടിവിടുന്ന അവസ്ഥ. കൂടപ്പറപ്പങ്ങളെ അടിയന്തര കർമ്മങ്ങളിൽ പോലും പങ്കെടുപ്പിക്കാതെ ഒട്ടകപ്പക്ഷിയുടെ പോലെ വലിയ ശരീരമുണ്ട്, പക്ഷെ അതിൻ്റെ തല ശത്രുക്കൾ കാണുമ്പോൾ കുഴികുത്തി അതിൽ കൊണ്ടുപോയി ഇറക്കി വെക്കും. ഇതുപോലെ സ്വയം ഒളിച്ചിരിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മനസാക്ഷിയുടെ പിടിയിൽ നിന്ന് ദൈവത്തിൻ്റെ കോടതിയുടെ മുമ്പിൽ രക്ഷപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർ, നിരപരാധർക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതമെന്നാണ് വചനത്തിൽ പറയുന്നത്. സഹോദരങ്ങളെ കൂടപ്പറമ്പങ്ങളെ കുടുംബത്ത് കയറ്റാത്തവരും ഇനി കയ്യിൽ എന്തെങ്കിലും കുറച്ചേ ഉള്ളതെങ്കിലും കൊടുത്ത് പല പ്രശ്നവും തീർക്ക്, കേസ് പിൻവലിക്ക്. ഇവിടെ പലരും ഇതുപോലെ വരുമ്പോൾ ഈ വചനം പ്രാർത്ഥിക്കുക, ആ വചനം പ്രാർത്ഥിക്കുക. അല്ല, കുറേ നാളായില്ലേ വചനം പ്രാർത്ഥിക്കാനും നേർച്ചേരാനും തുടങ്ങിയിട്ട്. പുണ്യാളൻ്റെ വിളക്കുമ്മേ കൊണ്ടുപോയി 1 ലിറ്റർ എണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ആ നേരത്തിന് സ്വന്തം രക്തം അല്ലെങ്കിൽ സ്വന്തം അയൽവാസി കഞ്ഞിക്ക്
പൈസയ്ക്ക് വകയില്ലാതെ വിഷമിക്കുമ്പോൾ, പുണ്യാളിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണ്ട എന്നല്ല, വിഷമിക്കുമ്പോൾ അവരോട് സഹായിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യാൻ കൂടി വചനം നമ്മളെ പഠിപ്പിച്ചു വരുന്നുണ്ട്. തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ, അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ല് പോലെ അവരുടെ വേര് ജീർണിക്കും. വേര് ജീർണിച്ചാലാ അത് മോള് മുതൽ താഴെ വരെ കരിഞ്ഞുണങ്ങി മറിഞ്ഞു വീണ് കരിഞ്ഞു പോകും. അതിൻ്റെ ഓർമ്മ പോലും അവിടെ ഉണ്ടാവില്ല. ഇതാണ് തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ, അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ല് പോലെ അവരുടെ വേര് ജീർണിക്കും. ഇതിൻ്റെ അന്ത്യം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പലിശ, കൈക്കൂലി, കള്ളത്രാസ്, തൂക്കം തട്ടിപ്പ്, മായം ചേർക്കൽ, കള്ളപ്പിടൽ, പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് എന്തെങ്കിലും കൊടുത്ത് ഒപ്പിച്ച്. ഞാൻ ഓർക്കുകയാണ് പറമ്പിൻ്റെ ഓഹരി സഹോദരിക്ക് കൊടുത്തത്. പെട്രോൾ പമ്പിൽ പോയി 10 നോട്ടിൻ്റെ കെട്ടാക്കി മേടിച്ചിട്ട് ഒരു വലിയ പൊതിയാക്കിയിട്ട് ഇതേ എല്ലാം ഇതിലുണ്ടെന്ന് പറഞ്ഞ് പ്രലോഭിച്ചു ഒപ്പിട്ട് മേടിച്ച് വീട്ടിൽ പോയി അഴിച്ചു നോക്കിയപ്പോഴാണ് 10 നോട്ടിൻ്റെ കെട്ട്. പക്ഷേ ആ സഹോദരിയും കുടുംബവും ഇന്ന് ജീവിക്കുന്നുണ്ട്. ഇതും കൊണ്ടുപോയി പറ്റിച്ച സ്വത്തും കൊണ്ട് വീട് മേടിച്ച ആള് ഇന്ന് ഈ അടുത്ത നാളിൽ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല. പക്ഷേ രാത്രി ആയാൽ ഉറക്കമില്ല. ഒരു വിധത്തിലാണ് നേരം വെളുപ്പിക്കുന്നത്. നിൻ്റെ പ്രവർത്തികൾ ഉപാധ്യായ 1:15 സംഖ്യ 32:20 നിൻ്റെ പ്രവർത്തികൾ നിന്നെ വേട്ടയാടും. നിൻ്റെ പ്രവർത്തികൾ നിൻ്റെ തന്നെ തലയിൽ വീഴും. അതുകൊണ്ട് 10 നോട്ടിൻ്റെ കെട്ട് കൊടുത്ത് മനുഷ്യരെ പറ്റിക്കാൻ പറ്റും, പക്ഷേ ദൈവത്തെ പറ്റിക്കാനായിട്ട് പറ്റത്തില്ല. ചുളിവിൽ അവരുടെ കയ്യൊപ്പിട്ട് മേടിച്ചു. ഒപ്പിട്ട് എടുക്കുന്നവരും ഉണ്ട്. ഒരു ഒപ്പല്ലേ എന്ന് പറയും, പക്ഷെ ഓരോ ഒപ്പ് അവിടെ കിടന്നിങ്ങനെ തിരിയും. ഹൈജു ബ്രദർ ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങൾ ഇടപെടുകയും കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാനസാന്തരപ്പെടുക. എനിക്ക് അത്രയോ പറയാനുള്ളത്. ഇപ്പോൾ നവംബർ അവസാന ദിവസം ആത്മക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആത്മക്കാർ നമ്മളോട് പറയുന്നത് കേൾക്കാൻ ശ്രദ്ധിക്കാൻ കഴിവുണ്ടെങ്കിൽ പറയുന്നത് ഇതാ: എൻ്റെ പ്രിയരെ, നിങ്ങളെങ്കിലും ഭാഗത്തിന് ജീവിക്കുക, കർമ്മക്കേടുകൾ കാണിക്കല്ലേ. ഞങ്ങൾ അനുഭവിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്ത് അനുഭവിക്കുന്ന യാതനകൾ ഒട്ടനവധിയാണ്. അതുകൊണ്ട് നിങ്ങളെങ്കിലും മാനസാന്തരപ്പെടും, പ്രാർത്ഥിക്കുക. അതുപോലെ നോയമ്പ് കാലത്തിലേക്ക് ഉണ്ണീശോയെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോഴും യഥാർത്ഥ നോയമ്പ് വേദന സഹിച്ചുകൊണ്ട് ത്യാഗം സഹിക്കണം. വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ ഇത്രയും നാൾ പിടിച്ചു വെച്ചത് അല്ലെങ്കിൽ ഇത്രയും നാളുള്ള വരുമാനവും അടഞ്ഞു വേണ്ടെന്ന് വെക്കുമ്പോൾ ഇത്തിരി ത്യാഗം സഹിക്കേണ്ടി വരും. പക്ഷേ അത് ഈശോയ്ക്ക് വേണ്ടി പുൽക്കൂട് ഒരുക്കുന്നത്, ഉണ്ണീശോയ്ക്ക് പറക്കാൻ ഇടം കൊടുക്കുന്നത് പോലെയാണ്. പുൽക്കൂട് സ്വർഗമായി മാറും. അതുകൊണ്ട് ലാഭനഷ്ട കണക്കുകൾ ബുദ്ധി പറഞ്ഞു തരുന്നതിൻ്റെ പുറകെ മാത്രം പോയതുകൊണ്ട് ജീവിതം ശാശ്വതമാകൂല. ഇവിടെ നിന്ന് ആരംഭിക്കാത്ത സ്വർഗമില്ല, ഇവിടെ നിന്ന് ആരംഭിക്കാത്ത നരകമില്ല. മാറ്റത്തിൻ്റെ കാലൊച്ച കേൾക്കട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ കമൻസുകൾ അയക്കുക. ആരെങ്കിലോട് നമ്മൾ ദ്രോഹമായിട്ട് പെരുമാറുണ്ടെങ്കിൽ നമ്മിൽ മാറ്റങ്ങൾ ആരംഭിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ നേടിവെക്കുന്നത് പുണ്യമാണെങ്കിൽ അത് മക്കൾക്ക്, നമ്മൾ നേടിവെക്കുന്നത് ദ്രോഹവും ചീത്തപ്പേരുമാണെങ്കിൽ അത് കുടുംബത്തിലേക്ക് കടന്നു വന്ന് അതിൻ്റെ വേര് മുതൽ തീനാളത്തിൽ വൈക്കോൽ തുരുമ്പ് പോലെ വൈക്കോൽ തുരുമ്പിട്ട് പറഞ്ഞ് അങ്ങോട്ട് പോകും അല്ലേ. അഗ്നിജ്വാലയിൽ ഉണക്കപ്പുല്ല് പോലെ അവരുടെ വേര് ജീർണിക്കും. അവരുടെ പുഷ്പങ്ങൾ പൊടി പോലെ പറന്നു പോകും. കാരണം അവർ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നിയമത്തെ നിരസിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ്റെ വചനത്തെ നിന്ദിക്കുകയും ചെയ്തു. അതുകൊണ്ട് വചനം യേശുവാണ്. കണ്ണടച്ച് പിടിച്ച് ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആകത്തില്ല. കണ്ണ് തുറന്ന് മാറ്റത്തിൻ്റെ കാലൊച്ച കേട്ട് ഒരു തിരുത്തലിൻ്റെ വഴിയെ, മാനസാന്തരത്തിൻ്റെ വഴിയെ നമുക്ക് കടന്നു പോകാം. അപ്പോൾ സന്തോഷപ്രദമായ ഒരു ക്രിസ്മസ് ഈ നാളുകളിലെങ്കിലും 2024 ക്രിസ്മസ് 2025 നമ്മൾ ആരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ 2024 ഈ ക്രിസ്മസ് എങ്കിലും നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ആശ്വസിപ്പിക്കാൻ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുംഭസാരത്തി ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ കുംഭസാരത്തി പറയേണ്ട. ഈ പലിശയും കൊള്ളയും കൈക്കൂലിയും കരിഞ്ചന്തയാണ്. അല്ലാതെ ജീവിക്കാൻ വേണ്ടി അത് ചെയ്തു, ഇവിടെ ന്യായീകരണമില്ല. ജീവിക്കാൻ വേണ്ടിയാണ് അധ്വാനിക്കാനുള്ള കഴിവും ജോലിയും വരുമാന മാർഗങ്ങളും ഈ നാട്ടിലുണ്ട്. സെക്യൂരിറ്റി പണിയെടുക്കുന്നവനും ജീവിക്കുന്നുണ്ട്, വീട്ടുജോലിക്ക് പോകുന്നവരും. വിശുദ്ധ സീതാ പുണ്യവതിയുടെ ചരിത്രം, വീട്ടുവേലക്ക് പോയി വിശുദ്ധയായി. വിശുദ്ധ ബ്രദർ ലോറൻസ് ഒരു കുശിനി പണിക്കാരനായിരുന്നു, ജോലി ചെയ്ത് വിശുദ്ധിയിൽ ജീവിച്ചു. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കാൻ നേരം 2 കൈയും പുറത്തേക്ക് ഇട്ട്. പണികൾ ചോദിച്ചു, ഇതെന്താണ്? ഇതാ ലോകത്തോട് വിളിച്ചു പറയണം, അലക്സാണ്ടർ എല്ലാം നേടി ഒന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് മരണം വരുമൊരു നാൾ, ഓർക്കുക
അമർത്യ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുക. ദൈവം നിങ്ങളെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇത് കിട്ടാത്ത ഈ സന്ദേശങ്ങൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് വചനത്തിൻ്റെ വെളിച്ചം എല്ലാവർക്കും കിട്ടട്ടെ. സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ സുവിശേഷ പ്രചാരണ ദൗത്യങ്ങളിൽ ഇടയാക്കാൻ പങ്കുചേരാൻ ദൈവം നിങ്ങൾക്കിടയാകട്ടെ. സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകളും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടാൻ തുടങ്ങും. അങ്ങനെ ഈ സുവിശേഷ പ്രചാരണ പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കുകാരാകാം, സൽക്കർമ്മങ്ങൾ ചെയ്യാം, പരിഹാരങ്ങൾ ചെയ്യാം, പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.